ഞാൻ ഈരാറ്റുപേട്ട നടക്കൽ വെള്ളുപ്പറമ്പിൽ വി.പി. ബഷീർ എന്നയാളാണ്. ഈരാറ്റുപേട്ട സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ മാസം സൺറൈസ് ഹോസ്പിറ്റലിൽ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യും. എൻ്റെ മുട്ടുവേദന ഒരു ശസ്ത്രക്രിയയിലൂടെ ചെയ്ത് ശരിയാക്കി തരാമെന്നവർ സമ്മതിക്കുകയും അതിനുശേഷം ഡോക്ടർ ഗോവിന്ദ് എന്ന ഡോക്ടറെ കാണുകയും അദ്ദേഹം എക്സ്റേ എടുത്തതിന് ശേഷം ഓപ്പറേഷന് പറയുകയും ഞങ്ങളത് സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷം 8-ാം തീയതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരികയും ഡോക്ടറെ കണ്ട് അഡ്മിറ്റ് ആവുകയും ചെയ്തു. അതിനുശേഷം ഡോക്ടർ ഗോവിന്ദും ഡോക്ടർ വൈശാഖും രണ്ടുപേരാണ് ഇതിനെല്ലാ കാര്യങ്ങളും ഉള്ളത്. ഇവിടുത്തെ സ്പെഷ്യലിസ്റ്റാണ്. 9-ാം തീയതി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുകയും അനസ്തേഷ്യ ഡോക്ടറെ കണ്ടു. അവർ സംസാരിച്ച് അവർ അനസ്തേഷ്യ തരികയും ശസ്ത്രക്രിയ നടത്തി ICUയിലേക്ക് മാറ്റി. ICUയിലേക്ക് പിറ്റേന്ന് രാവിലെ 11 മണിക്ക് ഇവിടെ നിന്ന് റൂമിലേക്ക് കൊണ്ടുവരികയും എക്സ്റേ റൂമിലെ എല്ലാ ഡോക്ടർമാരും എല്ലാ സ്റ്റാഫും നല്ല രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളും ആയിരുന്നെന്നും യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല എന്നും എനിക്ക് വളരെ സന്തോഷവാനായിരുന്നു ഞാൻ. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം എറണാകുളം സൺറൈസിൽ എൻ്റെ മറ്റേ കാലിൻ്റെ വലതുകാലിൻ്റെ മുട്ട് ശസ്ത്രക്രിയ ചെയ്തിരുന്നു. അത് സൺറൈസ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അതിനേക്കാൾ നല്ല കാര്യങ്ങളായിരുന്നു ഇവിടെ ചെയ്തു തന്നതെന്നും എനിക്ക് നല്ല വിശ്വാസമായിരുന്നു. അവർ നല്ല രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളും അതുപോലെ തന്നെ റൂമിലെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ ഏത് സമയത്ത് വിളിച്ചാലും സ്റ്റാഫ് ഓടി വരികയും നമ്മുടെ ആവശ്യങ്ങൾക്ക് അവർ എന്നും സദാസമയം 24 മണിക്കൂറും രംഗത്ത് വന്നു. അതുപോലെ തന്നെ മറ്റ് എല്ലാ സ്റ്റാഫുകളും നമ്മളോട് നല്ല രീതിയിലാണ് പെരുമാറ്റവും കാര്യങ്ങളും. അതുപോലെ തന്നെ ഇനി വരാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ മറ്റ് വിഭാഗങ്ങൾ കൂടി എത്രയും പെട്ടെന്ന് ഈരാറ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ഉപകാരമായിരുന്നു. ജനങ്ങൾക്കും ഒരു വളരെ സന്തോഷമുള്ള ഒരു കേസാണ് ഈ ഹോസ്പിറ്റലിൽ ഇവിടെ വന്നത്. അല്ലെങ്കിൽ ഞാൻ എറണാകുളത്ത് പോയി കുറേ കഷ്ടപ്പെട്ട ആളാണെന്ന്. എറണാകുളത്ത് പോക്കും വരും യാത്രയെല്ലാം ബുദ്ധിമുട്ടിയ ആളാണ്. ഇപ്രാവശ്യം അതൊക്കെ വളരെ സന്തോഷമായിട്ട് ഈരാറ്റോട് നടന്നെങ്കിൽ വളരെ നല്ല കാര്യമാണത്. ഇവിടെ ഇതിൻ്റെ സ്റ്റാഫ് അംഗങ്ങൾക്കും മാനേജ്മെൻറ്റിനും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എനിക്കൊരു സ്കീം തന്നു. ഈ ഓപ്പറേഷൻ ശസ്ത്രക്രിയയ്ക്ക് 2 ലക്ഷം രൂപ ആദ്യം പറഞ്ഞിരുന്നത്. അതിനുശേഷം ഒരു 50 പേർക്ക് ഒരു സ്കീമിലൂടെ 1,20,000 രൂപയ്ക്ക് ചെയ്തു തരാമെന്ന് ഇവർ സമ്മതിക്കും. അതനുസരിച്ചാണ് ഞാൻ പൈസ 1,20,000 രൂപ ആദ്യം 50% പൈസ അടയ്ക്കുകയും അതിനുശേഷം 60,000 രൂപ ബാക്കി ഇവിടെ നിന്ന് ഞാൻ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് അടച്ച് ഞാൻ പോവുകയാണ് ചെയ്തത്. അതിനുശേഷം എല്ലാ ഡോക്ടർമാരും ഓരോ ദിവസവും നമ്മുടെ റൂമിൽ വരുന്ന ഡോക്ടർമാർ 6-7 ഡോക്ടർമാർ വന്ന് അന്വേഷിക്കുന്നുണ്ട്. എല്ലാ വിഭാഗം ഡോക്ടർമാരും അല്ലാതെ പ്രത്യേകിച്ച് എല്ലാം പ്രഷറിൻ്റെതാണേലും ഷുഗറിനാണെങ്കിലും അതിന് പ്രത്യേകം ഡോക്ടർമാർ എല്ലാവരും വന്ന് അന്വേഷണം. ഒരു ദിവസം ഒരു 6-7-8 പേരൊക്കെ വന്ന് രാവിലെ വിസിറ്റിങ്ങിന് വരുന്നത് പല ഇതായിട്ട് അവർ വരുന്നുണ്ട്. അത് വലിയ ഗുണം ചെയ്യും. കാരണം നമുക്ക് എല്ലാവരോടും നമ്മുടെ കാര്യങ്ങൾ പറയാം. വലിയ ഗുണമാണ്. 1,20,000 രൂപ ഞാൻ അടച്ചാണ് ഞാൻ ശസ്ത്രക്രിയ ചെയ്തത്. അത് വലിയ ഗുണമായിട്ട് വന്ന് 50 പേർക്ക് ഇവർ ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. അതനുസരിച്ച് ഞാനൊരു 5-6 പേരായപ്പോഴും ഞാൻ വന്നു ചെയ്ത്. എനിക്ക് വളരെ സന്തോഷം. വേദനയും കുറവുണ്ട്. പിന്നെ അത് നമ്മുടെ ഭാഗ്യം പോയിരിക്കും. വേദന എന്ന് പറയുന്നത് വലിയ വേദന എനിക്ക് തോന്നിയില്ല. എറണാകുളത്ത് പോലെയൊക്കെ തോന്നി. ഇത്രയുള്ളൂ. എന്നാലും വളരെ സന്തോഷമുണ്ട്. എന്നാലും ഇപ്പോൾ കണ്ടിടത്തോളം എനിക്ക് അതിന് ഫിസിയോതെറാപ്പി നടത്തി അതിന് പ്രത്യേക ഡോക്ടറുണ്ട്. അതുപോലെ തന്നെ അനസ്തേഷ്യയ്ക്ക് പ്രത്യേക ഡോക്ടർ, പിന്നെ കാർഡിയോളജി ഒരു സലീം എന്നും പറഞ്ഞ ഡോക്ടറെ കണ്ടു. അദ്ദേഹം വളരെ സന്തോഷവാനാണ് എനിക്ക് ആ കാര്യത്തിൽ. അദ്ദേഹം നല്ല രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളും കണ്ടു. ഡോക്ടർ ഫർഹാൻ കണ്ടു. ഈരാറ്റുപേട്ട, മറ്റേ ഫർഹാൻ മൂവാറ്റുപുഴ. അങ്ങോട്ട് ഇങ്ങനെ മാറിപ്പോയതാണ്. 2 പേർക്ക് ഒരാൾ ICU ചാർജുള്ള ആളാണ്. അദ്ദേഹത്തെ കൊണ്ട് വളരെ നല്ല രീതിയിലാണ് അവരുടെയൊക്കെ പെരുമാറ്റവും. അതുപോലെ സ്റ്റാഫിനൊക്കെ വളരെ ഫീൽഡ് ക്ലീനിങ് സെക്ഷൻ എല്ലാം നല്ല രീതിയിലാണ് അവരുടെ പെരുമാറ്റവും കാര്യങ്ങളും. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.